ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെതിരെ എൽജെഡി കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ പ്രതിഷേധം. പിണറായിയുമായുള്ള ചർച്ചയിൽ വടകര സീറ്റ് ഉറപ്പു നൽകിയിരുന്നു. വടകരയോ കോഴിക്കോടോ ലഭിക്കാത്തതിൽ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക് അമർഷമുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന കാര്യം നേതൃയോഗത്തിൽ ആലോചിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. പാർലമെന്റ് സീറ്റ്, ലോക്സഭാ സീറ്റ് ജനതാദളിനായിരിക്കും എന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ സംവിധാനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമായി ഞങ്ങൾ നടത്തിയത്. CPM-ന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതെ പോയിട്ടും വടകരയോ കോഴിക്കോടോ വാങ്ങാൻ ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല എന്നതിൽ പാർട്ടി പ്രവർത്തകന്മാരെല്ലാം വികാരഭരിതരാണ്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, LJD പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്. ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അശ്വതി, അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീർച്ച വന്നിട്ടില്ല. അടുത്ത ദിവസം തന്നെ LJDയുടെ സംസ്ഥാന നേതൃയോഗമുണ്ട്. ഇത് പൂർണ്ണ സംസ്ഥാന കമ്മിറ്റിയായി തന്നെ വിളിച്ചു ചേർക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇന്ന് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. അതായത് UDF വിട്ടുവരുന്ന സമയത്ത് LJDക്ക് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പിണറായി വിജയൻ നൽകിയ ഉറപ്പുകൾ ലംഘിക്കപ്പെട്ടു. അതായത് വടകരയോ കോഴിക്കോടോ സീറ്റ് നൽകാം എന്നുള്ള ഉറപ്പ് ലംഘിക്കപ്പെട്ടു. വടകരയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. 70,000 വോട്ടുകൾ LJDക്ക് വടകരയിലുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ 20,000-ഓളം വോട്ടുകളുണ്ട്. ഇങ്ങനെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയായിട്ടും UDF വിട്ടുവരുമ്പോൾ തന്ന ഒരു ഉറപ്പ് പോലും LDF-ൽ പാലിക്കപ്പെട്ടില്ല. അല്ലെങ്കിൽ ആ ഉറപ്പ് സീറ്റ് ചോദിച്ചു വാങ്ങാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. തീർച്ചയായും ഇത് LJD സംസ്ഥാന നേതൃത്വത്തിനെതിരെ MV ശ്രീയാംസ്കുമാറിനെതിരെ തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ കോഴിക്കോട് ജില്ലാ ഘടകം ഉയർത്തിയിരിക്കുന്നത്. മനയത്ത് ചന്ദ്രൻ പറയുന്നതും അക്കാര്യം തന്നെയാണ്. ഇങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു സീറ്റ് ചോദിച്ചു വാങ്ങാൻ കഴിയാത്തതിൽ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തകർക്ക് ശക്തമായ അതൃപ്തിയുണ്ട്. ഈ അതൃപ്തി അടുത്ത ഘട്ടത്തിൽ ഉയർത്തും. ഇത് ഏത് തരത്തിലായിരിക്കണം പ്രതിഷേധം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. വേണമെങ്കിൽ അതൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയും വയ്ക്കുന്നു. ഏതായാലും LJDയുടെ ഇനി വരാനിരിക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ അത് സംസ്ഥാന കമ്മിറ്റിയായി തന്നെ വിളിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും ശക്തിയുള്ള കോഴിക്കോട്, പാലക്കാട് ജില്ലാ കമ്മിറ്റികൾ ഈ വിഷയം ഉന്നയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ തന്നെയുള്ള ഒരു കലാപക്കൊടിയായി മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സീറ്റ് ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത ഒരു പാർട്ടി നേതൃത്വം ആണ് ഉള്ളത് എന്ന് തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. കാരണം CPM-ന്റെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ P. ജയരാജനെ വടകരയിൽ നിർത്തുമ്പോൾ CPM-ന്റെ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ 2 തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ LJD വന്നത് സഹായകമാവും എന്നുള്ളത് തന്നെയാണ്. ആ കണക്കുകൂട്ടൽ തെറ്റുന്ന രൂപത്തിലേക്കും കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അശ്വതി, ശരി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിനെതിരെ LJD കോഴിക്കോട് ജില്ലാ ഘടകത്തിന്റെ പ്രതിഷേധം. വിവരങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്.